ചേട്ടാ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി ഉണ്ട് വലിപ്പം. ബോബ് ക്യാറ്റ്. ഇത് മൗണ്ടനിലാണ് ഉണ്ടാവുന്നത് ശരിക്കും പൂജ. ഓ ആ അതെ അതെ, ഒരു പോയിന്റ് പോലെ നിൽക്കുന്നുണ്ട് ആ ചെവിയുടെ ആ ഒരു അറ്റത്ത്. യെസ്, ഇതാണ്ട് മൗണ്ടൻ ലയൺ. കരടി മൗണ്ടൻ ലയനുമാണ് ഇവിടുത്തെ എല്ലാ കാടുകളിൽ കൂടെ ഉള്ളത്. ഇതിങ്ങളെയാണ് പേടിക്കേണ്ടത്. ഇത് നമ്മളെ കാണുമ്പോൾ ഒരു 95% മൗണ്ടൻ ലയനും ഓടി ഒളിക്കുമെന്നാണ് പറയുന്നത്. പൂച്ചയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ കണ്ട ബോബ് ക്യാറ്റിൻ്റെ ഒരു 5 ഇരട്ടി വലിപ്പമുണ്ടത്. ലയൺ എന്ന പേരെങ്കിലും സിംഹത്തിൻ്റെ ലുക്കല്ല, എന്നാൽ പൂച്ചയല്ല. പൂച്ചയുടെ രണ്ടും മിക്സായിട്ടുള്ളൊരു, എല്ലാത്തിൻ്റെ ഒരു കടുവയുടെയും പുലിയുടെയും ഒക്കെ കൂടെയുള്ളൊരു ലുക്കാണ്. ഇത് കുട്ടികളേക്കാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണത്. ചെറിയ ഇത് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. വളരെ അപൂർവം മാത്രമേ ഇത് അറ്റാക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി ഉള്ളൂ. ഇവിടെ അമേരിക്കയിലെ എല്ലാ കാടുകളിൽ കൂടെയും ഉള്ളൊരു സംഭവമാണ് ഈ മൗണ്ടൻ ലയൺ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൂ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് 1-2 സൂവിലും ഞാൻ പോയി, വലിയ സൂവിലാണ് പോയത്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ സാധാരണ കാണുന്ന മൃഗങ്ങളാണ് കണ്ടത്. ഈ അമേരിക്കയിലെ വൈൽഡ് ലൈഫായിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് ഇത്ര ലൈവായിട്ട് കാണാൻ പറ്റിയത് ഇവിടെ കേട്ടോ. വലുതല്ല, വലിയൊരു സൂ അല്ല, ഒരു ചെറിയ സൂ ആണ്. പക്ഷെ എന്നാൽ വളരെ വർത്താണ് ഇത് വന്ന് കാണുന്നത്. റെഡ് ഫോക്സ് ആണ് ഇവിടെ കാണുന്നത്. അതെ, ഇവിടെ ഉണ്ട് ഒരാൾ ഓടി കിടക്കുന്നുണ്ട്. അതതിൻ്റെ ഉള്ളിലേക്ക് ഈ കുറുക്കന്മാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഫുള്ള് ഓടി നടക്കോട്ടോ അല്ലേ. ഇവിടെ നമുക്ക് ഗ്രേ ഫോക്സിനെ കാണാം. ഗ്രേ ഫോക്സ് പൂച്ചയുടെ പോലെയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. കണ്ണടച്ചിരിക്കുക. സ്നോയി ഔളാണ് ഇത്. കണ്ണ് കാണാൻ പറ്റുന്നില്ല. തല തല ഇപ്പൊ ഇങ്ങോട്ടേക്ക് കഴുത്ത് തിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓ, ഇത് ഭയങ്കര വലിപ്പമുള്ള ഈഗിളാണ് കേട്ടോ. ഗോൾഡൻ ഈഗിൾ എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ആ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഈഗിളിൻ്റെ കഴുത്തൊക്കെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. കറക്റ്റ് ഈഗിള്. മറ്റു ഞാൻ വിചാരിച്ചിരുന്ന ഫോട്ടോയിലൊക്കെ വെറുതെ അങ്ങനെ വരയ്ക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ കറക്റ്റ് അതുപോലെ തന്നെ ആ ഒരു ഈഗിളിൻ്റെ ഹെഡ് പോലെ. അടിപൊളി. ഇത് ശരിക്കും ഇത് ഭയങ്കര വർത്തായിരുന്നു കേട്ടോ ഈ സൂ എനിക്ക്. കാരണം ഞാൻ സാന്റാ ബാർബറയിൽ സൂവിൽ പോയി. ഭയങ്കര വലിയ സൂവാണ്, ഒരുപാട് മൃഗങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ അമേരിക്കയിലെ ഇതുപോലത്തെ മൃഗങ്ങളെ ഇപ്പോഴാണ് കാണുന്നത്. ബാൾഡ് ഈഗിൾ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ അമേരിക്കൻ ഫ്ലാഗിലുള്ള ഈഗിള്. അതിൻ്റെയും ആ കഴുത്ത് അതുപോലെ തന്നെ കേട്ടോ. വൈറ്റ് നെക്ക്, ഗ്രേ ബോഡി. ഡക്ക്, മാർഷ് ബേർഡ്സ്, റാക്കൂൺ എന്ന് പറയുന്ന ജീവിയുണ്ട് ഈ കാണുന്നത്. നമ്മൾ ഈ കണ്ടതെല്ലാം ഇപ്പോൾ അമേരിക്കയിലെ കാടുകളിലും ഒക്കെയുള്ള ജീവികളാണ്. 2 കളറ്. ഇവിടെ വേറെ ഉണ്ട്. സമയം 3:15. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് എത്താൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നാലും നമുക്ക് മാക്സിമം വലിച്ചു നീട്ടി നോക്കാം. ഒരുപാട് വ്യൂ പോയിൻറ്റ്സും ആക്ടിവിറ്റീസും ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ബിഗ് ബെയർ. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പോരാന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ പോരുന്തോറുമാണ് നമ്മൾ അറിഞ്ഞത് ഇത്രയും വലിയൊരു സംഭവമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഫിനിഷായി പോവാണ്. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിലേക്ക് സ്ഥലത്തേക്ക് എത്തി. ജസ്റ്റ് ഗിഫ്റ്റ് ഷോപ്പ് നോക്കാം, ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, മറ്റേ സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ ആണോ എന്ന് നോക്കാം. ഓ,
കാണാനൊരു അടിപൊളിയാണ്. അധികം വലിപ്പമില്ല, പക്ഷെ ഭയങ്കര തിരക്കാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമ്മളെല്ലാവരും ടീമുകളെത്തി. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ അടുത്തതായിട്ട് ബിഗ് ബെയർ സ്നോ പ്ലേ ഏരിയയിലേക്ക് എത്തിയിട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഏരിയയിലൊന്ന് പോയി നോക്കാം. ഇതാ കാണുന്നതാണ് സ്നോയിൽ കളിക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. 5 മണി ആയാലാണ് നമ്മുടെ ആ ഒരു സ്ലോട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. തന്നെയല്ല, ഒരു അഡൽട്ടിന് ഇവിടെ $45. അടിപൊളിയാണ് സംഗതി. നമ്മളപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഈ സ്നോയുടെ അപ്പുറം സൈഡിലൊരു റെയിൽ സിസ്റ്റം ഉണ്ട്. അതിലൂടെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ നമുക്ക് ട്യൂബിങ് കൂടെ താഴേക്ക് വരാം. നമ്മൾ അടുത്തത് പോകുന്നത് മൈൻ ഷാഫ്റ്റ് ആൽപൈൻ കോസ്റ്ററിലേക്കാണ്. ഇവിടുന്ന് ഒരു 9 മിനിറ്റോടെ നമുക്ക് പോകാനുണ്ട്. പോകുന്ന വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുള്ള് ഐസ് മലകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ലോസ് ആഞ്ചൽസിലേക്ക് ടൂറായിട്ടൊക്കെ വരുന്നവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ലോസ് ആഞ്ചൽസിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭംഗിയല്ല ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്. തീർത്തും വ്യത്യാസമാണ്. അതിപ്പോൾ സമ്മറിലാണെങ്കിലും വരാം, വിൻ്ററിലാണെങ്കിലും വരാം. സമ്മറിൽ ഇവിടുത്തെ ഈ ലേക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതായി കാണുന്നതാണ് കേട്ടോ മൈൻ ഷാഫ്റ്റ് കോസ്റ്റർ. ഭയങ്കര ക്യൂ ആട്ടോ ആൾക്കാർ അതിലൊക്കെ പോകാനായിട്ട്. എല്ലായിടത്തും ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഇത് സിപ്പ് ലൈനിൽ പോകണമെങ്കിൽ എൻ്റെ പൊന്ന്, നമ്മൾ ശരിക്കും കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ വന്നാൽ ആദ്യം വരേണ്ടത് ബിഗ് ബെയറിലേക്കാണ് കേട്ടോ. നമ്മൾ ഇത് നോക്കി, സിപ്പ് ലൈന്, കോസ്റ്റർ, കാർട്ട്, വാട്ടർ ആക്ടിവിറ്റീസിൽ പോകുന്ന പോലെയുള്ള സംഭവം അവിടെയുണ്ട്. അങ്ങനെ ഇതാണ് ശരിക്കും നമ്മൾ പറഞ്ഞാൽ വരേണ്ട സ്ഥലം. അപ്പോൾ ഇനി ശരിക്കും ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും എന്തായിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ കയറുമ്പോൾ ഇവിടെയും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളുണ്ട്. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട സ്നോ ട്യൂബിങ് ഇവിടെയുണ്ട്. എല്ലാത്തിനും കൂട്ടിയിട്ട് ഇവിടെ വന്നാലും മതി. നമ്മൾ ആദ്യം കണ്ടിടത്ത് സ്നോ ട്യൂബിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഇവിടുത്തെ ഭയങ്കരമായൊരു തണുപ്പിലാണ് ആളുകൾ ഇവിടെ ഈ കോസ്റ്റർ ഇതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. തന്നെയല്ല, ക്ലോസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്തും ഇവിടുത്തെ തിരക്ക് ഭയങ്കരമാണ് കേട്ടോ. ഒരുപാട് ദൂരെ നിന്ന് കേട്ടോ ഈ ഒരു കോസ്റ്റർ വരുന്നത്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മളിവിടെ പല സ്ഥലത്തോടെ വന്നിട്ട് എന്താ പറയുന്നത്, കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും വരുന്നുള്ളൂ. ഇപ്പോഴും തിരക്ക് കഴിഞ്ഞിട്ടില്ല, നല്ല ക്യൂ ആണ്. ടിക്കറ്റ് നമ്മൾ എടുത്തു, പക്ഷെ എന്നാലും കയറാനുള്ള ക്യൂവിൽ ഇപ്പോഴും നമ്മൾ നിന്നുകൊണ്ടിരിക്കുക. ഓൾറെഡി രാത്രിയായി. അപ്പോൾ ആ വ്യൂ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും കുട്ടികളൊക്കെ ക്യൂവിൽ നിന്നിട്ട് ഭയങ്കര കളിയാട്ടോ. ഇപ്പോൾ വേറെ ഓപ്ഷനില്ല. നമ്മളായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ പുറകിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ, ഇത്രയും പേര് വന്നിട്ടുണ്ട്. നമുക്ക് മിക്കവാറും വീഡിയോ എടുക്കാൻ ചാൻസ് കുറവാണ്. മൊബൈലും ക്യാമറയൊക്കെ മാറ്റി വയ്ക്കണമെന്നാണ് ഇവിടുത്തെ നിർദ്ദേശം. റോളർ കോസ്റ്റർ അതിൻ്റെ ആ ബ്രേക്കിൽ നമ്മൾ പിടിക്കണം. അപ്പോൾ കൂടെയുള്ള എൻ്റെ കൂടെ ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ബ്രേക്കിൽ പിടിക്കേണ്ട ആൾ ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ പിടിക്കാൻ പറ്റില്ല.
കേട്ടോ ഒരുപാട് നേരമുണ്ടത്. $20 ഭയങ്കര വർത്താണ്. നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ ഓക്കെ. ഇനി എല്ലാവരും സ്നോയിൽ പോകണം എന്നാണ് പറയണേ. സൂപ്പറായിരുന്നു. യേസ് ആഞ്ചസ്, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു അല്ലേ? മോന് ഇഷ്ടമായോ? ഹൗ യു ലൈക്ക് ഇറ്റ്? ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അവൻ കുറച്ച് റൈഡിലൊന്നും കയറിയില്ല കേട്ടോ. തണുപ്പ് നല്ല കൂടുതലാണ്. ആളിത്തിരി ടയേർഡാണ്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു റോഷ്നി? വണ്ടർഫുൾ. ആലിം ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടു? ആണോ? ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ മൊത്തത്തിൽ. ശരിക്കും അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ശരിക്കും ഒരുപാട് മിസ് ചെയ്തൊരു പ്ലേസാണിത്. ഇത്രയും അടുത്തുണ്ടായിരുന്നു. അതാണ് നമുക്കൊരു പെട്ടെന്ന് പറയാനുള്ളത്. ഐഷയ്ക്ക് അവരെല്ലാവരും നമ്മുടെ വീട്ടിൽ നിൽക്കണം. അതാണ് ഇപ്പോൾ പ്രശ്നം. ഒരു സോക്സ് കൂടി ഇടാൻ അപ്പം ശരിയാവും. ഭയങ്കര തണുപ്പാട്ടോ. എന്താ പറയണേ, ശരിക്കും എനിക്കൊരു ഉത്സവം പോലെ തോന്നണം കേട്ടോ. ഇവിടുത്തെ ആ ഒരു ആംബിയൻസും ആ ലൈറ്റും ആളുകളും തിരക്കും ഒരു രക്ഷയില്ല. എനിക്ക് ഇങ്ങനെ ഭയങ്കര ക്രൗഡായിട്ടുള്ള ഭയങ്കര ഇടിയും വേളമല്ല, ആളുകളിങ്ങനെ ഒത്തിരി കൂടിയിട്ടുള്ള ആ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റുകളും എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല തണുപ്പല്ലേ, ആ ക്ലൈമറ്റും എല്ലാം കൂടെ കൂടിയായിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു അത് മാനസികമായിട്ട് നമ്മൾ എൻജോയ്മെൻറ്റിൻ്റെ ഒരു പീക്കിലെത്തിയത്. ഇപ്പോൾ സമയം 6:15. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്നത് ദ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ചെറിയൊരു സിറ്റിയാണ്, ചെറിയൊരു ടൗണാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് അവിടെ പോയി